ഹലോ നമസ്കാരം. അങ്ങനെ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത കിൻഡലിഡിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ പെപ്പെ ആൻ്റണി വർഗീസിൻ്റെ ദാവീദ് മൂവി കണ്ടുവന്നിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ഷൻ ഫിൽഡ് ഫാമിലി മൂവിയാണ് ദാവീദ്. പിന്നെ യൂത്തിനെ ഓൾറെഡി കയ്യിലെടുത്ത പെപ്പെ ഇത്തവണ വന്നിരിക്കുന്നത് ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മുൻപത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇടിക്ക് വേണ്ടി ഇടി ഉണ്ടാക്കുന്ന രീതിയിലുള്ള മൂവീസ് ആയിരുന്നെങ്കിലും ഇപ്പോൾ അജഗജാന്തരം അല്ലെങ്കിൽ കൊണ്ടൽ എന്നീ സിനിമകളൊക്കെ ആ രീതിയിലായിരുന്നെങ്കിലും ഇത്തവണ ഒരു ഫാമിലി ഡ്രാമ വിത്ത് ആക്ഷൻ സ്പോർട്സ് മൂവി ആയിട്ടാണ് പെപ്പ വന്നിരിക്കുന്നത്. മുതിർന്നവരെയും കുട്ടികളെയും യൂത്തിനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയെ സെറ്റ് ചെയ്യാനായിട്ട് സംവിധാനം സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസാണ് ചെയ്തിരിക്കുന്നത്. പാട്ടുകളൊക്കെ ഒരു ഓക്കെ ഫീലാണെങ്കിലും അതിൻ്റെ BGM, അതായത് പ്രത്യേകിച്ച് ബോക്സിങ് സീനുകളിലൊക്കെ ഉള്ള BGM ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെപ്പയെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞല്ലോ. പെപ്പയുടെ ഒരു ആക്ടിങ്ങും ആ ഒരു പഞ്ചിടിയും ഒക്കെ ഒരു മെച്ചർ ലെവലിൽ എത്തിയതായിട്ട് എനിക്ക് തോന്നിയ സിനിമ കണ്ടപ്പോൾ. അതുപോലെ തന്നെ ഇതിൽ ഇൻ്റർവെൽ സീനുകളിലുള്ള ഒരു പാസ്റ്റ് കാണിക്കുന്ന ഒരു സീനുകളും ആ ഒരു പഞ്ചും വളരെ നന്നായിരുന്നു. പിന്നെ പെപ്പയുടെ വൈഫായിട്ട് അഭിനയിച്ച ലിജോമോളാണ്. ലിജോമോള് അറിയാലോ, നല്ലൊരു നാച്ചുറൽ ആക്ടറാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു സഫറിങ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1-2 ഡയലോഗൊക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഡയലോഗുകളുണ്ട്. പിന്നെ കുട്ടിയായിട്ട് അഭിനയിച്ച കുട്ടി, അതായത് പെപ്പയുടെ കുട്ടിയായിട്ട് അഭിനയിച്ച കുക്ക് എന്ന് പറയുന്ന കുട്ടി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ ആശാനായിട്ട് അഭിനയിച്ച് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈജു കുറുപ്പ് 1-2 സിറ്റുവേഷൻ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. വില്ലനായിട്ട് അഭിനയിച്ച ഇസ്മയിൽ എന്ന് പറഞ്ഞ ഒരു അറബിക് ആക്ടറാണ്. പുള്ളി ഒരു ബോക്സറാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ഇതെല്ലാം നമുക്ക് ആ മൂവിയിൽ ആളെ കാണാൻ പറ്റും. പിന്നെ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എടുത്തു പറയേണ്ടത് ക്ലൈമാക്സ് സീനാണ്. ഒരു ക്ലൈമാക്സ് ക്ലിഞ്ച് ആവേണ്ട, ഒരു ക്ലീഷ ആവേണ്ട ഒരു ക്ലൈമാക്സ് ആയിരുന്നു. പക്ഷേ നമ്മൾ കണ്ടിരിക്കുന്ന സ്പോർട്സ് മൂവികളിലെല്ലാം കണ്ടിട്ടുണ്ട്. അതായത് നായകൻ അവസാനം നായകനെ ഇടിച്ചിട്ട് വിന്നാവുന്ന ഒരു സ്ഥിരം ക്ലീഷയാണ് എല്ലാ സ്പോർട്സ് മൂവിയിലും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ലൈമാക്സിൽ ഒരു പുതുമ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് എല്ലാ പ്രേക്ഷകരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ക്ലൈമാക്സ് ചെയ്തിരിക്കുന്നത്. അതൊരു കൈയടി അർഹിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 8/10 റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സിനിമ കണ്ടവർ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.